ഭാരതത്തെ നശിപ്പിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന PC ജോർജ്. ഭീകരവാദികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് PC ജോർജ് പറഞ്ഞു. ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരിറങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ശക്തമായ നടപടിയുമായി ഒരു സംശയം വേണ്ട, തൻ്റെടമായി മുമ്പോട്ട് പോകും. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുന് ശക്തമായൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ PC ജോർജ് അറിയിച്ചിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒട്ടും മാറ്റമില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് PC ജോർജ് ഇപ്പോൾ റിമാൻഡിൽ നിന്ന് ജാമ്യം കിട്ടി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശവിരുദ്ധതയ്ക്കെതിരെ, ഭാരതത്തെ തകർക്കാൻ വേണ്ടി ദേശവിരുദ്ധത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഒട്ടും സന്ധിയില്ല, അതോടൊപ്പം തന്നെ ഒട്ടും വിട്ടുവീഴ്ചയില്ല. അവർക്കെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും, ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് PC ജോർജ് വ്യക്തമാക്കുന്നത്. അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് ഇപ്പോഴുണ്ടായത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഈ ജനം ഡിബേറ്റിൽ വിവാദ പരാമർശം ഉണ്ടായതിന് പിന്നാലെ അദ്ദേഹം ഖേദപ്രകടനം നടത്തിയെങ്കിലും അദ്ദേഹം പറയുന്നത് ഇതൊരു നാക്കുപിഴയാണ്, ഒപ്പം തന്നെ പ്രകോപനത്തിന്റെ പിന്നാലെ ഉണ്ടായ ഒരു നാക്കുപിഴയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിൽ ഇരട്ടുപെട്ടിയിലടക്കം കേരളത്തിലെ രാഷ്ട്രീയത്തിലടക്കം നിരവധി തീവ്രവാദ ശക്തികൾ നുഴഞ്ഞുകയറിയിട്ടുണ്ട്, അവരുടെ നിയന്ത്രണത്തിനാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം അത് വ്യക്തമാക്കുക കൂടി ചെയ്തു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു അവസരം കൂടിയായിരിക്കുകയാണ് PC ജോർജ് ഇപ്പോൾ റിമാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മകൻ ഷോൺ ജോർജ് ആകട്ടെ വ്യക്തമാക്കുകയും ചെയ്തു. വഖഫ് വിഷയത്തിലടക്കം PC ജോർജ് എടുത്ത നിലപാടാണ് ഇപ്പോൾ പരാതിക്കാരായിട്ടുള്ള മുസ്ലിം ലീഗിനെ അടക്കം പ്രകോപിപ്പിച്ചതിന് പിന്നിൽ അതാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കും ഇതോടുകൂടി തുടക്കം കുറിക്കാൻ, പ്രത്യേകിച്ച് ഹൈക്കോടതിയിലടക്കം PC ജോർജിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അത് പിൻവലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഷോൺ ജോർജും വ്യക്തമാക്കിയിരിക്കുന്നു. അത്തരത്തിൽ ഈ ജാമ്യം ലഭിച്ചത് ഒരു പോരാട്ടം കൂടിയായി മാറ്റിയിരിക്കുകയാണ് PC ജോർജുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ. ഇന്ന് 11 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് വീണ്ടും എടുത്ത് ജാമ്യം നൽകുന്നതായി ഇരയാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ മറ്റു നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പ്രധാനമായും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എന്നുള്ള പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PC ജോർജിന് ജാമ്യം ലഭിച്ച് PC ജോർജ് ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.